ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ മലേഷ്യത്തെ ലാസ്റ്റ് 2 ഡേയ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ മോർണിംഗ് എന്നത്തെ പോലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല റെഡിയായിട്ട് ഇതാ നമ്മുടെ പിക്ക് ചെയ്യാൻ നമ്മുടെ ഡ്രൈവർ വന്നിട്ടുണ്ട്. ആളൊരു തമിഴനായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി തമിഴ് സോങ്സ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ അടുത്ത സ്പോട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ സ്പോട്ടുകളാണ് നമ്മൾ ഐറ്റിനറിയിലുള്ളത്. അങ്ങനെ നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് കിങ്സ് പാലസിലോട്ടാണ്. ഇവിടെ പാലസിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് പുറത്ത് നിന്ന് കാണാം. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക. അവിടെ ഇങ്ങനെ സെക്യൂരിറ്റി ഗാർഡ്സും പിന്നെ ഇങ്ങനെ ഒരു ഹോസിനൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു ഏരിയ ഉണ്ട്, നമുക്ക് പുറത്തുനിന്ന് കാണുന്ന രീതിയിലായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം എല്ലാവരും മലേഷ്യ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് ഞാൻ അധികം പേർക്കൊന്നും സജസ്റ്റ് ചെയ്യില്ല, കാരണം നമുക്കിതാ ജസ്റ്റ് ഈ ഫ്രണ്ട് ഗേറ്റിൽ നിന്നിട്ട് ഈ പാലസ് ഇങ്ങനെ കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് വേറെ നല്ല സ്പോട്ടുകളിൽ പോകാമല്ലോ എന്ന് കരുതി നമ്മൾ വേഗം തന്നെ ഒരു 20-25 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ റോഡ് സൈഡൊക്കെ എന്തൊരു ക്ലീൻ ആണെന്ന് അറിയാം, നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യാൻ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് നാഷണൽ മോണുമെൻറ്റിലാണ്. അതായത് ഇവിടുത്തെ ഫ്രീഡം ഫൈറ്റിങ്ങിൻ്റെ ടൈമിൽ മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ ഒരു മെമ്മോറിയൽ പോലെയാണ് കേട്ടോ ഈ ഒരു ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്രോൺസ് കൊണ്ടുള്ള ഒരു സ്കൾപ്ചർ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ളൊരു പള്ളി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് അവിടേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് നാഷണൽ മോസ്കിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേര്, അതായത് ഫ്രൈഡേയ്സിൽ 1000-ഓളം പേര് ജുമ കൂടുന്ന ഒരു പള്ളിയാണ്. ഭയങ്കര വലിയ ഒരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കയറുന്ന ടൈമിലും നമ്മൾ ഡ്രസ്സ് ഫുൾ കവേർഡ് അല്ലെങ്കിൽ അവർ ഇതുപോലത്തെ ഒരു കോട്ട് പോലത്തെ ഒരു ഡ്രസ്സ് നമുക്ക് തരും കേട്ടോ. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ KL ടവറിൻ്റെ എൻട്രിക്കാണ് കേട്ടോ. കാരണം അത് ഹൈറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല വ്യൂസ് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു KL ടവറിൻ്റെ എൻട്രി ടിക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഈ ഹൈറ്റിൽ നിന്ന് നമുക്ക് മലേഷ്യയിലുള്ള ഒരുവിധ എല്ലാ ബിൽഡിങ്സും കാണാം. ഭയങ്കര രസമാണ് കേട്ടോ, ഇത്ര ഹൈറ്റിൽ നിന്ന് മലേഷ്യ മൊത്തം നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല പ്രോൺസ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും റൊട്ടിയൊക്കെയാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് തിയാൻ ഹോ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഈ ടെമ്പിളിൻ്റെ പുറത്തുനിന്നും അതുപോലെ അകത്തുനിന്നുള്ള വ്യൂ ആണെങ്കിലും ഭയങ്കര രസമാണ് കേട്ടോ. ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ നമ്മളവിടെ എത്തിയപ്പോൾ ഏറെക്കുറെ വെയിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമാണ്. ഇതിൻ്റെ പുറത്ത് ഇതാ കുറച്ച് നടക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ നൈറ്റിൽ ഇവിടെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്കിറ്റ് പിൻതാങ് ഫുഡ് സ്ട്രീറ്റിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ഒരുപാട് ടൈപ്പ് ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതുകൂടാതെ നല്ല തവളയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബുക്കിറ്റ് പിൻതാങ് സ്ട്രീറ്റിലൂടെ ഒരുപാട് നേരം നടന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് കൂടുതൽ ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ഒരുപാട് ഷോപ്സിൽ നമ്മൾ ജസ്റ്റ് കയറി ഇറങ്ങി. പിന്നെ ഒരു ടൈം സ്ക്വയർ മാളിലും നമുക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അവിടുത്തെ ഒരുപാട് ഷോപ്പുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ കുറച്ചൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഭയങ്കര ഭംഗിയുള്ള ഐറ്റംസ് ആയിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. അങ്ങനെ ഫൈനൽ ഡേ നമ്മൾ ജസ്റ്റ് ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഭയങ്കര രസമുള്ള ഒരു മലേഷ്യൻ യാത്ര തന്നെയായിരുന്നു കേട്ടോ നമ്മുടേത്.